രാജ്യത്ത് കോവിഡ് തരംഗം ശാന്തമായി 4 വർഷം പിന്നിടുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ വീണ്ടും കോവിഡ് കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശങ്ക. ആന്ധ്രാപ്രദേശിൽ 3 ആഴ്ചക്കിടെ 4 കോവിഡ് മരണങ്ങളും 12 പുതിയ കേസുകളും സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. ജൂൺ 26 മുതൽ ജൂലൈ 16 വരെ ആന്ധ്രാപ്രദേശിൽ 12 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മരണപ്പെട്ട 4 പേരിൽ 3 പേർ റായിലാസീമ മേഖലയിലെ കടപ്പ സ്വദേശികളും ഒരാൾ കാക്കിനാഡ സ്വദേശിയുമാണ്. മരണപ്പെട്ടവർക്കെല്ലാം പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായ ഇതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ജി വീരപാണ്ഡ്യൻ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ കടപ്പ, ഗുണ്ടൂർ, വിശാഖപട്ടണം, കാക്കിനാഡ എന്നീ സ്ഥലങ്ങളിലാണ് നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗബാധിതർ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായതിനാൽ നിലവിൽ സമൂഹവ്യാപന സാധ്യതയില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. വൈറസിന്റെ പുതിയ വകഭേദമാണോ എന്ന് തിരിച്ചറിയാൻ രോഗികളിൽ നിന്നുള്ള സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ മുൻകരുതൽ സംസ്ഥാനത്ത് വേണ്ട സാഹചര്യമില്ല. എന്നിരുന്നാലും പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുവാനും ജനക്കൂട്ടം ഒഴിവാക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 1 ശേഷം രാജ്യത്തുടനീളം 360 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, രാജസ്ഥാൻ, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അയൽ സംസ്ഥാനമായ കർണാടക അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കർണാടക ആന്ധ്ര അതിർത്തിയിലെ 8ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കർണാടകയിൽ ജൂലൈ മാസത്തിൽ മാത്രം 32 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇരട്ടിയാണ്. കോവിഡിന് പുറമെ ഇൻഫ്ലുവൻസ എ, H1N1 പനികളും കർണാടകയിൽ പടർന്നു പിടിക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട്.